നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ 15ാം നാൾ തിരിച്ചടിച്ച ഇന്ത്യ. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലുമുള്ള 9 ഭീകര കേന്ദ്രങ്ങൾ പുലർച്ചെ തരിപ്പണമാക്കിയാണ് ഇന്ത്യൻ സംയുക്ത സേനാ വിഭാഗങ്ങളുടെ മറുപടി. പാകിസ്ഥാന്റെ ഭീകര പരിശീലന കേന്ദ്രങ്ങൾ വേരോടെ പിഴുതെറിയാനുള്ള ഇന്ത്യൻ ശ്രമം ജെയ്ഷെ, ലഷ്കർ, ഹിസ്ബുൾ താവളങ്ങളെ ചുട്ടെരിച്ചു. ലഷ്കർ, ജെയ്ഷെ കേന്ദ്രങ്ങളാണ് മിസൈൽ ആക്രമണത്തിലൂടെ ഇന്ത്യൻ സൈന്യം തകർത്തത്. പഹൽഗാം ആക്രമണത്തിനും ഭീകരവാദത്തിനും ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് രാജ്യം. 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ഭീകരരുടെ താവളങ്ങൾ മാത്രം ഉന്നമിട്ടായിരുന്നു ആക്രമണം. സാധാരണക്കാരെയും പാക് സൈന്യത്തെയും ലക്ഷ്യമിട്ടിട്ടില്ല. ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന 2 കേന്ദ്രങ്ങളാണ് ബാവൽപൂരും മുദ്രക്കയിലുമുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത്. സൈന്യം തകർത്ത ബാവൽപൂരിലെ ജെയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ്. മുദ്രക്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി. റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ രാജ്യത്ത് അതീവ ജാഗ്രത. അതിർത്തിയിലെ കനത്ത ഏറ്റുമുട്ടലിനിടെ ജമ്മു കശ്മീരിലടക്കം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യ തലസ്ഥാനത്തും സുരക്ഷ ശക്തമാക്കി. കൂടുതൽ കേന്ദ്രസേനയെ ദില്ലിയിൽ വിന്യസിച്ചു. ദില്ലിയിലെ ലാൽ ചൌക്കിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ജമ്മു കശ്മീരിൽ മേഖലയിലടക്കം 10 വിമാനത്താവളങ്ങളാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചത്. ശ്രീനഗർ, ജമ്മു, ധരംശാല, അമൃതസർ, ജാംനഗർ, ചണ്ഡീഗഡ്, രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചത്. ഈ വിമാനത്താവളങ്ങളിലേക്കുള്ള എയർ ഇന്ത്യ, ഇൻഡിഗോ, സ്പേസ് ജെറ്റ് വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കി. അതേസമയം ശ്രീനഗർ വിമാനത്താവളത്തെ പാക് സേന ലക്ഷ്യം വെച്ചതായുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമാണെന്ന് കേന്ദ്രം അറിയിച്ചു. സിപിഐയിൽ നിന്നും ആരെയും പുറത്താക്കിയിട്ടില്ലെന്ന് സിപിഐ പട്ടാമ്പി മണ്ഡലം സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ OK സൈദലവി. ഒരു പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഒരു പരിപാടിക്ക് വിളിച്ചാൽ അത് ആര് നടത്തുന്നതാണെന്നും എന്തിനാണെന്നും മനസ്സിലാക്കുന്നത് നന്നാവുമെന്നും OK സൈദലവി പറഞ്ഞു. സേവ് CPI കൂട്ടായ്മ നടത്തുന്ന പരിപാടിയെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പരിപാടിക്ക് കൊടുക്കുമ്പോൾ എന്താണ് പരിപാടി, ആരാണ് എൻ്റെ ആളെന്ന് ചോദിക്കൂലേ? ഇപ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ്, CPIയുടെ സംസ്ഥാന കൗൺസിൽ മെമ്പറാണ്. എനിക്കങ്ങനെ എൻ്റെ പാർട്ടിയുടെ പെർമിഷനിലാണ് വിളിക്കുന്ന എല്ലാ പരിപാടിക്കും പോകാൻ പറ്റില്ലല്ലോ. അത് ലീഡർഷിപ്പിൽ പ്രവർത്തിക്കേണ്ട ഒരാൾ ചെയ്യേണ്ട പണിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഒരാളെ പോലും ഈ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് മുതൽ സംഘടനയ്ക്ക് നിരക്കാത്ത പ്രവർത്തനം ഏതെങ്കിലും തരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ ചെറിയ ചെറിയ നടപടികളൊക്കെ ഉണ്ടാവും. ഒരാളെ പോലും ഈ പാർട്ടിയിൽ പുറത്താക്കിയതായിട്ട് വിവരമില്ല, പുറത്താക്കിയിട്ടില്ല. ഒക്കെ സ്വമേധയാ പാർട്ടി വിട്ട് പോയവരാണ്. പിന്നെ അപ്പോൾ അവരോട് നമ്മൾ ദയവ് നിങ്ങൾ പോകരുത് പറഞ്ഞ് പിന്നെ നടക്കേണ്ട കാര്യമില്ല. പാർട്ടി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പലതവണ വിളിച്ചു, ബന്ധപ്പെട്ട് യോഗങ്ങൾ വിളിച്ചു. അതിനോടൊക്കെ നിഷേധാത്മക നിലപാടാണ് സ്വീകരിച്ചത്. തൃത്താല പട്ടിത്തറയിൽ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ചു. തിരുമിറ്റക്കോട് സ്വദേശി പറപ്പൂരക്കിൽ വീട്ടിൽ 52 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം കോട്ടപ്പാടം സർക്കാർ ആശുപത്രിക്ക് സമീപമായിരുന്നു അപകടം. കൂറ്റനാട് ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. നാട്ടുകാർ ചേർന്ന് അപകടത്തിൽ പരിക്കേറ്റ മണികണ്ഠനെ ആദ്യം സമീപത്തെ സർക്കാർ ആശുപത്രിയിലും പിന്നീട് കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. പടിഞ്ഞാറങ്ങാടിയിൽ ലോറി ഡ്രൈവർക്ക് കുത്തേറ്റു. മണ്ണെടുപ്പ് സംഘങ്ങൾ തമ്മിലുള്ള തർക്കമാണ് കുത്തേൽക്കാൻ കാരണമെന്ന സൂചന. കല്ലടത്തൂർ സ്വദേശി ഷബീറിനാണ് കുത്തേറ്റത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കാഞ്ഞിരത്താണി സ്വദേശി ഫൈസിയാണ് കുത്തിയതെന്ന് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷബീർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഷബീറും ഫൈസിയും തമ്മിൽ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് പരസ്പരം തർക്കിക്കുകയും ഫോണിൽ വിളിച്ച് അശ്ലീലം പറയുകയും ചെയ്തിരുന്നു.
ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ഷബീറിനെ പടിഞ്ഞാറങ്ങാടിയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് സംസാരത്തിനിടയിൽ ഫൈസി കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്നും ഷബീർ പറഞ്ഞു. കൈക്ക് ആഴത്തിൽ കുത്തേറ്റ ഷബീറിനെ ആദ്യം എടപ്പാളിലെ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ തൃത്താല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എടപ്പാൾ കണ്ടനകം അക്ഷയ സെന്ററിൽ മോഷണം. ബുധനാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത്. സംഭവത്തിന്റെ CCTV ദൃശ്യം പുറത്തുവന്നു. എടപ്പാൾ കണ്ടനകത്ത് പ്രവർത്തിക്കുന്ന അക്ഷയ സെന്ററിൽ പുലർച്ചെ 3 മണിയോടെയായിരുന്നു മോഷണം നടന്നത്. 11,000 രൂപയിലധികം നഷ്ടപ്പെട്ടതായി ഉടമ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു. അക്ഷയ സെന്ററിന്റെ ഭിത്തി പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയിട്ടുള്ളത്. ഷട്ടറിന്റെ പൂട്ടും പൊളിച്ചിട്ടുണ്ട്. പൊന്നാനി പോലീസ് എത്തി പരിശോധന നടത്തി. പോലീസിന്റെ നിർദ്ദേശപ്രകാരം അക്ഷയ സെന്റർ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ലോകത്തിനു മുന്നിൽ ആവേശത്തിന്റെ അലതല്ലും മായാത്ത കാഴ്ചകൾ ആവോളം സമ്മാനിച്ച് തൃശൂർ പൂരാഘോഷ ചടങ്ങുകൾക്ക് സമാപനം. ആവേശകരമായ പകൽപൂരത്തിന് ശേഷം ശ്രീ വടക്കംനാഥനെയും പൂരപ്രേമികളെയും സാക്ഷിയാക്കി തിരുവമ്പാടി പാർമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. അടുത്ത വർഷം വടക്കുംനാഥ സന്നിധിയിൽ സംഗമിക്കാമെന്ന സങ്കല്പത്തിൽ ഭഗവതിമാർ പിരിയുന്ന മുഹൂർത്തം ആത്മഹർഷത്തോടെയാണ് പൂരപ്രേമികൾ ഏറ്റുവാങ്ങിയത്. ഇരു ഭഗവതിമാരുടെയും തിടമ്പേറ്റിയ കൊമ്പന്മാർ തുമ്പിക്കൈ ഉയർത്തി 3 തവണ അഭിവാദ്യം ചെയ്തതോടെയാണ് വിടചൊല്ലൽ പൂർത്തിയായത്. പാർമേക്കാവിന് വേണ്ടി എറണാകുളം ശിവകുമാറും തിരുവമ്പാടിക്ക് വേണ്ടി ചന്ദ്രശേഖരനുമാണ് ഭഗവതിയുടെ തിടമ്പേറ്റിയത്. വടക്കുംനാഥനെ വണങ്ങി തട്ടക നിവാസികളുടെ അകമ്പടിയോടെയാണ് ഭഗവതിമാർ ക്ഷേത്രങ്ങളിലേക്ക് മടങ്ങിയത്. പകൽപൂരം ആസ്വദിക്കാനും ഉപചാരം ചൊല്ലലിന് സാക്ഷ്യം വഹിക്കാനുമായി വൻ ജനാവലിയാണ് ശ്രീമൂലസ്ഥാനത്തെത്തിയത്. അടുത്ത വർഷം 2026 ഏപ്രിൽ 26 ഞായറാഴ്ചയാണ് തൃശൂർ പൂരം. തിരുവമ്പാടി വിഭാഗം രാത്രിപൂരത്തിന്റെ ഭാഗമായുള്ള മഠത്തിൽ വരവ് എഴുന്നള്ളിപ്പിനിടെ 2 ആനകൾ വിരണ്ടോടി. 42 പേർക്ക് പരിക്കേറ്റു. എഴുന്നള്ളിപ്പ് CMS സ്കൂളിന് മുമ്പിൽ എത്തിയപ്പോഴാണ് ഊട്ടോളി രാമൻ എന്ന ആന വിരണ്ടോടിയത്. ഇത് കണ്ട് ഒപ്പമുണ്ടായിരുന്ന വട്ടപ്പൻകാവ് മണികണ്ഠൻ എന്ന ആനയും ഓടി. മണികണ്ഠനെ CMS സ്കൂളിന് മുമ്പിൽ വെച്ച് തന്നെ തളച്ചു. പഴയ നടക്കാവ് പാണ്ഡ്യ സമൂഹ മഠം റോഡിലേക്കാണ് ഊട്ടോളി രാമൻ ഓടിയത്. ഓട്ടം കണ്ട് പരിഭ്രാന്തരായ ആളുകളുടെ പരക്കം പാച്ചിലിൽ ചവിട്ടേറ്റും വീണും 42 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ തൃശൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് സാരമുള്ളതല്ല. വിരണ്ടോടിയ ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേർ 15 മിനിറ്റോളം നിലത്തിറങ്ങാൻ കഴിയാതെ കുടുങ്ങി. ആനയെ തളച്ച ശേഷം ഇവരെ സുരക്ഷിതമായി നിലത്തിറക്കുകയായിരുന്നു. റവന്യൂ മന്ത്രി കെ രാജനും കളക്ടർ അർജുൻ പാണ്ഡ്യനും ജനറൽ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. ഓങ്ങല്ലൂർ കാരക്കാട് റെയിൽവേ സ്റ്റേഷൻ റോഡിലെ നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് രംഗത്ത്. നിർമ്മാണത്തിന് പിന്നാലെ റോഡ് തകർന്ന സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ കാരക്കാട് ഭാഗത്തു നിന്നും കാരക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണ് തകർച്ച നേരിടുന്നത്. ഇവിടെ റോഡ് കോൺക്രീറ്റ് ചെയ്തതിന് പിന്നാലെയാണ് റോഡിലെ തകർച്ച രൂപപ്പെട്ടിരിക്കുന്നത്. 200 മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്തത്. റെയിൽവേ ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവർത്തികൾ. എന്നാൽ 2 മാസം പൂർത്തിയാകും മുമ്പ് തന്നെ റോഡിന്റെ പല ഭാഗവും തകർന്നു തുടങ്ങി. കോൺക്രീറ്റ് അടർന്നു പോകുന്ന പലയിടത്തും കുഴികളും രൂപപ്പെട്ട അവസ്ഥയാണ്. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതാക്കൾ നേരത്തെ റെയിൽവേ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നു. കരാറുകാരനെ വിഷയം ധരിപ്പിക്കാൻ വിളിച്ചെങ്കിലും അദ്ദേഹത്തെ ഫോണിൽ കിട്ടാത്ത അവസ്ഥയാണ് ഉണ്ടായതെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. കോൺക്രീറ്റ് റോഡ് തകർച്ച കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിലാണ് നിർമ്മാണത്തിലെ അഴിമതി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന പ്രതിഷേധ പരിപാടി DCC സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. 2018 ഇവിടെ ഒരു റോഡ്
ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് തീരുമാനിച്ച് റെസൊല്യൂഷൻ എടുക്കുകയും അധികാരികളോട് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ അത് റെയിൽവേയുടെ സ്ഥലമാണ്, അവിടെ റോഡിന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആ പദ്ധതി അന്ന് ഉപേക്ഷിച്ചതാണ്. അപ്പോഴാണ് റെയിൽവേയുടെ കാരക്കാട് സ്റ്റേഷൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ റോഡ് അവർ പണിയെടുക്കുകയും ജനങ്ങൾക്കധികം വളരെയധികം സന്തോഷമുണ്ടാകുകയും ചെയ്തു. പക്ഷേ ഇത് പണി കഴിഞ്ഞിട്ട് ഏകദേശം 2 മാസത്തോളമായിട്ടില്ല. 200ഓളം മീറ്റർ റോഡാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ആ കോൺക്രീറ്റ് ചെയ്ത മുഴുവൻ ഭാഗങ്ങളും അടർന്നു പോയി കല്ല് പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ കോൺട്രാക്ടർ തട്ടിക്കൂട്ട് പണി ചെയ്ത് വേണ്ട സിമെൻറ്റും ഒന്നും കൂട്ടാതെ ചെയ്തതുകൊണ്ടാണ് ഈ 2 മാസം കൊണ്ട് തന്നെ ഇത് റോഡ് ഇങ്ങനെ കേടുവന്നു പോയത്. ഞങ്ങൾ അതിൻ്റെ അധികാരികളെ PK അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷനായിരുന്നു. വാടാനൂച്ചി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P രൂപേഷ്, ഇമ്പിച്ചിമണി, ഗോവൻ കാരക്കാട്, ഷാഫി കാരക്കാട്, EK സലി, മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സേവ് CPIയുടെ നേതൃത്വത്തിൽ പട്ടാമ്പിയിൽ ഈ മാസം 9-ന് മാനവ സംഗമം സംഘടിപ്പിക്കും. KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാമാണ് സംഗമത്തിന്റെ ഉദ്ഘാടകൻ. CPIയിൽ ഉണ്ടായിരുന്ന ഒരു വിഭാഗമാണ് സേവ് CPIക്ക് നേതൃത്വം നൽകുന്നത്. CPIയിൽ നിന്നും അച്ചടക്ക നടപടി നേരിട്ടവരുടെ നേതൃത്വത്തിലാണ് സേവ് CPI എന്ന പേരിൽ കൂട്ടായ്മ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 14-ന് മണ്ണാർക്കാട് വെച്ചാണ് സംഘടന രൂപീകൃതമായത്. CPIയിലെ പ്രമുഖ നേതാക്കൾ അടക്കമുള്ളവരാണ് സേവ് CPIയിൽ ഉള്ളത്. സംഘടനയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി കൂടിയാണ് മെയ് 9-ന് വൈകുന്നേരം 4 മണിക്ക് പട്ടാമ്പിയിൽ മാനവ സംഗമം സംഘടിപ്പിക്കുന്നത്. മത തീവ്രവാദ ഭീകരക്കെതിരെയാണ് മാനവ സംഗമം നടത്തുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് റാലിയും ഇതിന്റെ ഭാഗമായി നടക്കും. മുൻ MLAയും KPCC വൈസ് പ്രസിഡന്റുമായ VT ബൽറാമാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. ഇത് വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയിരുന്നു. AISFന്റെ സംസ്ഥാന സമ്മേളനം പട്ടാമ്പിയിൽ നടക്കുന്ന വേളയിൽ കൂടിയാണ് സേവ് CPIയുടെ ഈ പരിപാടി എന്നതും ശ്രദ്ധേയമാണ്. ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള പൊതു പരിപാടിയായാണ് ഇത് നടത്തുന്നതെന്ന് സേവ് CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കോടിയിൽ രാമകൃഷ്ണൻ പറഞ്ഞു. പട്ടാമ്പി സേവ് CPI മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന മെയ് മാസം 9-ാം തീയതി മത തീവ്രവാദത്തിനെതിരെ മാനവ സംഗമം പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ അവിടുന്ന് പ്രകടനമായി കൽപ്പക സ്ട്രീറ്റിലെ വെച്ച് പൊതുയോഗം നടത്തുകയാണ്. ആ പൊതുയോഗത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ VT ബലറാം ex-MLA ആണ്. അതിനുശേഷം സേവ് CPIയുടെ ജില്ലാ സെക്രട്ടറി പാലോട് മണികണ്ഠൻ, അതുപോലെ തന്നെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ R രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ TK സുഭാഷ്, VT സോമൻ, TK മുഹമ്മദ് എന്ന മാനു, TV ധർമ്മദാസ് തുടങ്ങിയ ആൾക്കാർ അതിൽ പ്രസംഗിക്കുന്നതാണ്. പാലോട് മണികണ്ഠൻ, R രാധാകൃഷ്ണൻ, PK സുഭാഷ്, VT സോമൻ, PK മുഹമ്മദ് എന്ന മാനു ഉൾപ്പെടെയുള്ള നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. ഇതോടെ നിലയേറിയ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.